ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറബി സാഹിത്യ നിരൂപണത്തിന് തുടക്കം കുറിച്ച ഒരാളെക്കുറിച്ചാണ്. ഇബ്നു സല്ലാം അൽ ജുമഹി. ആരായിരുന്നു അദ്ദേഹം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാധാന്യം? വാ, നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പറയുകയാണ്, ജാഹിലിയ ഇസ്ലാമിക കാലഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ കവിതകളൊന്നും മുഴുവനായിട്ടും ശരിയല്ല, അതിലൊരുപാട് വ്യാജമായി ഉണ്ടാക്കിയതാണ്. ആലോചിച്ചു നോക്കൂ, അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു: കവിതയുടെ ആധികാരികതയിലുള്ളൊരു പ്രതിസന്ധി. അതായത് ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്തും അതിനുശേഷമുള്ള ഇസ്ലാമിക കാലത്തും എഴുതിയ കവിതകളിൽ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒറിജിനലിനെ വ്യാജനിൽ നിന്ന് വേർതിരിക്കുക, അല്ലേ? ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു സംസ്കാരത്തിന്റെ ചരിത്രവും പൈതൃകവുമൊക്കെ കിടക്കുന്നത് അവരുടെ കവിതകളിലാണ്. അപ്പോൾ അതിൽ വ്യാജം കലർന്നാൽ അവരുടെ ഐഡന്റിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഈ ഒരു വലിയ ചോദ്യമാണ് നമ്മളെ ഇന്നത്തെ ചർച്ചയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ അറബി കവിതയുടെ ഈ ആധികാരികത സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആ വലിയ പണ്ഡിതൻ ഇബ്നു സല്ലാം, നമുക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി അടുത്തറിയാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ അബ്ദുല്ല മുഹമ്മദ് ഇബ്നു സല്ലാം അൽ ജുമഹി. ജനിച്ചത് ഇന്നത്തെ ഇറാഖിലെ ബസ്രയിൽ, മരണം ബാഗ്ദാദിൽ. ചുരുക്കിപ്പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കവിതയുടെയും ചരിത്രത്തിന്റെയും കാര്യത്തിൽ അവസാന വാക്ക് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അത്രയ്ക്ക് വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആളുടെ ലെവല്. സാഹിത്യത്തിലെ ഇമാം, ഭാഷാ പണ്ഡിതരുടെ ഇമാം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അദ്ദേഹത്തിന്റെ അറിവിനെ ആ സമൂഹം എത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്നറിയോ? വെറും 27 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുടിയും താടിയുമെല്ലാം മുഴുവനായി നരച്ചുപോയിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. താൻ ചെയ്യുന്ന ജോലിയിലുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള താൽപ്പര്യവും അതിന്റെ ഭാഗമായുള്ള ടെൻഷനുമൊക്കെ എത്ര വലുതായിരിക്കും എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? ഇത് അദ്ദേഹത്തിന്റെ ഡോക്ടർക്ക് പോലും മനസ്സിലായിരുന്നു. ഡോക്ടർ ഇബ്നു മാസവൈഹി അദ്ദേഹത്തോട് പറഞ്ഞതെങ്ങനെയാണ്: നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ വല്ലാത്തൊരു ഉത്കണ്ഠയും അക്ഷമയുമാണ് കാണുന്നത്. അതെ, അതൊരു രോഗമായിരുന്നില്ല, അറിവിനോടുള്ള അടങ്ങാത്തൊരു ദാഹമായിരുന്നു അത്. അപ്പോൾ ഈ വ്യാജ കവിതകളുടെ പ്രശ്നത്തിന് അദ്ദേഹം ഒരു പരിഹാരം കണ്ടെത്തി. അതും വെറുമൊരു പരിഹാരമല്ല, ഒരു ഗംഭീര പരിഹാരം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം തൊബക്കാത്ത്. ശരി, ആ പുസ്തകം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ പുസ്തകമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സാഹിത്യ നിരൂപണം എന്ന ഒരു പഠനശാഖയ്ക്ക് തന്നെ തുടക്കമിട്ട പുസ്തകമായിരുന്നു അത്. ഇന്നുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയതും. അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം 2 പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, കവിതകളിൽ എങ്ങനെയാണ് വ്യാജന്മാർ കയറിക്കൂടുന്നത് എന്ന പ്രശ്നം. 2, ഒരു നല്ല നിരൂപകന് എന്തൊക്കെ കഴിവുകൾ വേണം എന്നത്. പുസ്തകത്തിന്റെ പേര് തൊബക്കാത്ത് ഫുഹൂൽ അൽ ഷൂറ എന്നാണ്. അതിന്റെ അർത്ഥം ഏകദേശം പ്രമുഖ കവികളുടെ തട്ടുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ എന്നൊക്കെ വരും. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കവികളെ പല തട്ടുകളായി അല്ലെങ്കിൽ ക്ലാസുകളായി തിരിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്. ഇനി അദ്ദേഹം കവികളെ തരംതിരിച്ച രീതി നോക്കൂ. എന്ത് സിസ്റ്റമാറ്റിക്കായിട്ടാണെന്ന്. ഇസ്ലാമിന് മുമ്പുള്ള, അതായത് ജാഹിലിയ കാലത്തെ 40 കവികൾ, പിന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലെ 40 കവികൾ, അതുമാത്രമല്ല അറബ് ഗ്രാമങ്ങളിലെ കവികൾ, യഹൂദ കവികൾ, പിന്നെ വിലാപകാവികൾ മാത്രം എഴുതുന്നവർ, ഇങ്ങനെ പല പല വിഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ഇതിനെ തിരിച്ചത്. പക്ഷേ ഇത് വെറുതെ ഒരു ലിസ്റ്റുണ്ടാക്കലായിരുന്നില്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രീയമായ രീതിയുണ്ടായിരുന്നു. അദ്ദേഹം കവികളെ 10 ക്ലാസുകളായി തിരിച്ചു. ഓരോ ക്ലാസ്സിലും 4 പ്രധാന കവികൾ വീതം. ഒരേ കാലഘട്ടത്തിലും ഒരേ സ്ഥലത്തുമുള്ള കവികളെ ഒരുമിച്ച് വെച്ച് പഠിക്കുമ്പോൾ അവരുടെ ഭാഷ, അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ കവിതകളിലെ ചരിത്രപരമായ കാര്യങ്ങൾ, ഇതൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കവിയുടെ പേരിലിറങ്ങിയ കവിതയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സംഭവമോ കണ്ടാൽ ഉറപ്പിക്കാം അത് വ്യാജമാണ്. ഇതായിരുന്നു ആ രീതി.
തീർച്ചയായും ഇത്രയും വലിയൊരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് അതിനുള്ള അറിവ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്നാണ്. ഖലഫ് അൽ അഹ്മർ, അൽ അജ്മഇ, മുഫദ്ദൽ അൽ ദൊബ്ബി, അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതരായിരുന്നു അവർ. ആ വിജ്ഞാനത്തിന്റെ ചങ്ങല അദ്ദേഹം മുറിയാൻ സമ്മതിച്ചില്ല. തന്റെ ശിഷ്യനായ അബ്ദുള്ള ഇബ്നു അഹ്മദിന് അത് പകർന്നു കൊടുക്കുകയും ചെയ്തു. ശരി, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സംഭാവനകൾ കാലത്തെ അതിജീവിച്ചോ? എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്? അദ്ദേഹം കവിതയ്ക്ക് നൽകിയ നിർവചനം നോക്കൂ. അളവൊപ്പിച്ച് പ്രാസത്തിൽ പറയുന്ന വാക്കുകൾ. സിമ്പിൾ അല്ലേ? പക്ഷേ അറബി സാഹിത്യത്തിൽ ഇന്നും കവിതയുടെ അടിസ്ഥാന നിർവചനമായി കണക്കാക്കുന്നത് ഇതിനെയാണ്. വളരെ ലളിതമാണെങ്കിലും അത്രയേറെ ശക്തമായൊരു നിർവചനം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നൊരു ഉദാഹരണം പറയാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1952 മഹ്മൂദ് മുഹമ്മദ് ഷാക്കിർ എന്ന പണ്ഡിതൻ ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ദാർ അൽ മആരിഫ് എന്ന പ്രസാധകർ ഒരു പുതിയ പതിപ്പായിട്ട് വീണ്ടും പുറത്തിറക്കി. ആലോചിച്ചു നോക്കൂ, ഒരു പുരാതന ഗ്രന്ഥത്തിന് 20-ാം നൂറ്റാണ്ടിലും അത്രയേറെ പ്രസക്തിയുണ്ടായിരുന്നു. തീർന്നില്ല. തുബക്കാത്ത് അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ് ആയിരുന്നെങ്കിലും വേറെയും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അറബികളുടെ പ്രധാന കുടുംബങ്ങളെക്കുറിച്ചുള്ള പുസ്തകം, ഖുറാനിലെ അപൂർവ വാക്കുകളെക്കുറിച്ചുള്ള പുസ്തകം, പിന്നെ കഥകളും കവിതകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പുസ്തകം. ഇങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹം തന്റെ അറിവ് രേഖപ്പെടുത്തിവെച്ചു. അദ്ദേഹത്തിന്റെ അറിവ് ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. 1000-ലധികം വർഷം മുൻപ് കവിതകളിലെ സത്യവും നുണയും തിരിച്ചറിയാൻ ഇബ്നു സല്ലാം ഉപയോഗിച്ച ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ആ ഒരു രീതി ഇന്ന് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മൾ ദിവസവും കാണുന്ന വ്യാജവാർത്തകളെയും തെറ്റായ വിവരങ്ങളെയും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കില്ലേ? ആലോചിച്ച് നോക്കേണ്ടൊരു കാര്യമാണത്. ഈയൊരു ചിന്ത നിങ്ങളോടൊപ്പം വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമ്മളിവിടെ നിർത്തുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.